ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ. കേസുവാണല്ലോ. എവിടാ? ഞാൻ ഇങ്ങനെ നിക്കണ്. ഇവിടെ കിടന്ന് ഇത്ര നേരം കൂവി വിളിച്ചിട്ട് ഞാൻ കേട്ടില്ലല്ലേ? എവിടാ? ഇവിടെ ഇവിടെ. എടാ അവിടെ വിളിച്ചിരിക്കാൻ ഇങ്ങോട്ട് വാ. എന്താ? ആ വായ നോക്കി. വായി നോക്കിയേ തന്റെ മടിച്ചിരിക്കാതെ വാ കേശു. കാര്യം എപ്പോഴും വായ നോക്കാൻ മിടുക്കനാ. എന്താ? 10 മിനിറ്റ് ആയി സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ എന്നാ പിന്നെ വണ്ടി ബുക്ക് ചെയ്യട്ടെ. അളിയടാ ഉമേ ആകെ ഡെസ്പായിട്ട് നിക്ക. നീ ഒന്ന് സംസാരിച്ചു. ഞാൻ സംസാരിക്കടാ. അളിയ അളിയോടെ പോണ്. അളിയ ഞാൻ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാ സിദ്ധുവിന്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇപ്പോഴും പോയിട്ടില്ല. അതെന്ത് ചേച്ചി ഇതുവരെ വണ്ടി കിട്ടിയില്ലേ? കേശു ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും. ഇല്ല, എനിക്കെങ്ങനെ മനസ്സിലാവും? എനിക്ക് ഇപ്പം നിങ്ങളുടെ മാനസികാവസ്ഥ ഒട്ടും മനസ്സിലാവില്ല. ഒന്നില്ലേലും കേശു എന്നെ പോലെ ഇഷ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട ഒരാളല്ലേ. പിന്നെ എൻ്റെ അടുത്തുള്ള വ്യത്യാസമുണ്ട്. എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നുവെച്ചാ കേശുവിനോട് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല. പാടുണ്ടെങ്കിൽ പറയണ്ട, പാടില്ലെങ്കിലും പറയണ്ട. കാരണം എനിക്കൊരു തേങ്ങയും കേൾക്കണ്ട. എന്റെ പൊന്നി ചേച്ചി, ചേച്ചി അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടേലും പോവാൻ നോക്ക്. ചെല്ല്. ഞാൻ പോണില്ല. പോണില്ലെന്നാ പിന്നെ പോവാതെ. ചേച്ചി പോയ ചേച്ചി ഇവിടെ ഒന്നും ശരിയാവില്ല. കേശു കയറിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് കേശു തന്നെ പറയാം എന്നോട് പോവാൻ. എന്റെ പൊന്നു പെങ്ങളെ, നിൽക്കുന്ന ദേവി ഇതൊന്ന് പോണ. എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കില്ല, അതുകൊണ്ടാണ് പറയണേ. കേശു നല്ല സോഫ്റ്റായ ലിബറലായ എല്ലാം മനസ്സിലാക്കുന്ന ആളാന്നാണല്ലോ സിദ്ധു പറഞ്ഞത്. പിന്നെന്താ ഇങ്ങനെ? എന്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതെന്റെ ഗതികേടാണ്. ഞാൻ ഇനി ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല. ഞാനേ അളിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരുമാതിരി പരിപാടി അടിക്കില്ലേട്ടാ. എന്ത്? 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ്. അതിനും പറഞ്ഞോട്ടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്നാമതായി ഞാൻ ഭ്രാന്തനാ, വെറും ഭ്രാന്തനാക്കരുത് തന്നെ. ഇനി പൊക്കോണം. നടക്കാം. എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ഞാൻ ആടത്തൊക്കെ സംഭവം ആരുടെ അത്? കണ്ട് അറിഞ്ഞൂടെ? എടാ നിനക്ക് ഇത് തന്നെയാണോ പണി? പെമ്പിളല്ല ലൈൻ അടിച്ചോണ്ട് പറഞ്ഞത്.